പ്രായമായി കഴിഞ്ഞാൽ ഇതാകത്തുള്ളൂ. ഇലക്ക് ഇലക്ക് മണം വരത്തില്ല. 1460 ചന്ദന മരങ്ങളാണ് വരാൻ പോകുന്നത്. അപ്പോൾ 1460 ചന്ദന മരങ്ങൾ വരാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് വെറും 3 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചിന്തിക്കും ആ ചന്ദന മരങ്ങൾ അവിടെ ഉണ്ടാവുമോ, വളരുമോ, അത് നല്ല കരുത്തോടെയൊക്കെ വരുമോ, ഇതൊക്കെ നമുക്ക് സാമാന്യമായ രീതിയാണ്. അപ്പോൾ അവിടെയാണ് ഇന്ന് ഈ പ്ലാന്റേഷൻ നിങ്ങളെ കൊണ്ടേ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം. കാരണം അവിടെ നമ്മൾ ചെയ്യുന്ന കൃഷി രീതി ഇവിടെ ചെയ്ത അതേ കൃഷി രീതിയിലൂടെ ചന്ദനം വളർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളി പാടിച്ചിറ ജസ്പൈഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ 1400 ഏക്കറിൽ വരുന്നത്. ഈ പ്രൊജക്റ്റ് ജസ്പൈഡ് റിയൽ എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയും ഈ പ്രൊജക്റ്റിൽ വന്ന് പ്ലോട്ട് കണ്ട് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് ആധാരം ചെയ്ത് സ്വന്തമാക്കിയ ഓരോ വ്യക്തികളും, അവരുടെ പേരിലേക്ക് ആധാരം ചെയ്ത് കിട്ടിയ ഓരോ വ്യക്തികളും കർഷക സംഘം, സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്ന കർഷക സംഘവുമായി രജിസ്റ്റർ ചെയ്ത് വിജയകരമായി മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണിത്. ഇപ്പം ഞാൻ ആ കർഷക സംഘത്തിൻ്റെ ഭാരവാഹിയിൽ പ്രസിഡൻ്റാണ്. അത് ലിസിയാമ്മ സണ്ണി സെക്രട്ടറിയാണ്. മാഡത്തിൻ്റെ ആയിരുന്നു ഈ 1.5 ഏക്കർ പ്രോപ്പർട്ടി. മാഡം ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് തരികയും ഓരോ വ്യക്തികളും അവരുടെ പേരിലേക്ക്, ഇപ്പോൾ കയറി വരുമ്പോൾ 3ാമത്തെ പ്രോപ്പർട്ടി എൻ്റെ വൈഫിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പം ഞാൻ ഈ പ്രൊജക്റ്റ് മറ്റൊരാളോട് പറയുന്നതിന് മുമ്പ് അത് ഏറ്റെടുത്ത് വിജയിപ്പിച്ചതിന് ശേഷമാണ്, സ്വന്തമാക്കിയതിന് ശേഷമാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രൊജക്റ്റ് വിജയകരമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചന്ദനം എല്ലായിടത്തും നടാൻ സാധിക്കും, എല്ലായിടത്തും വളരും. പക്ഷേ ചന്ദനത്തിന് വിലയുണ്ടാകുന്നത് അതിൻ്റെ കാതലിൻ്റെ ഗ്രേഡ്, കാതൽ ഏത് ഗ്രേഡിലുള്ളതാണ്, ആ കാതലിൽ നിന്ന് കിട്ടുന്ന ഓയിൽ ഏത് ക്ലാസിഫിക്കേഷൻസിൽ വരുന്നതാണ്, ആ ഓയിലിന് എത്ര മെഡിസിനൽ വാല്യൂ ഉണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചന്ദനത്തിന് വില നിർണ്ണയിക്കപ്പെടുന്നത്. അങ്ങനെ ഏറ്റവും വിലയുള്ള ചന്ദനം ഉള്ള ഭൂപ്രകൃതി സ്വാഭാവിക ചന്ദനക്കാട് നിലനിൽക്കുന്ന ഇടുക്കി ജില്ലയിൽ മറയൂരും വയനാട് ജില്ലയിൽ പുൽപ്പള്ളി കാടുകളിലുമാണ്. അപ്പോൾ ഈ ഭൂമി മദർ ലാൻഡ് എന്ന് പറയും. ഈശ്വരൻ ചന്ദനം നട്ട ഭൂമിയാണത്. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പാട്ടക്കരാർ രീതിയിൽ ആളുകൾക്ക് ഗവൺമെൻറ് ഭൂമി പതിച്ചു കൊടുത്തതിലൂടെ ഈ ഭൂമിയിലെല്ലാം ഉള്ള ചന്ദനം ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സത്യമംഗലം കാടുകളിലേക്കൊക്കെ പോയാൽ നമുക്കറിയാൻ പറ്റും ആരാണ് വീരപ്പൻ ഇത് മൊത്തം കടത്തി. അപ്പോൾ ഇത്രയും വിലയുള്ളൊരു മരം നമ്മളത് കൃഷിയായിട്ട് ഏറ്റെടുത്ത് നമ്മളുടെ അറിവിൽ 30-40 വർഷം കൊണ്ട് വളരുന്ന ഒരു മരത്തെ കൃഷി രീതിയിലൂടെ 10 തൊട്ട് 15 വർഷം കൊണ്ട് വളർത്താൻ സാധിക്കുമെന്ന് പറഞ്ഞപ്പോൾ പലരും വിശ്വസിച്ചില്ല. ഗവൺമെൻറ് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ചുറ്റളവ് നിങ്ങളുടെ മരത്തിന്, നെഞ്ചളവിൽ 50 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ മരത്തിനായാൽ നിങ്ങൾ അറിയിച്ചോളൂ, ഞങ്ങളൊന്ന് വെട്ടിയെടുത്തിട്ട് പണം തന്നോളാം. ഇത് ഗവൺമെൻറ് ഓക്കെ ആൽബം ലീനിയൻ എന്ന സ്പീഷ്യസിൻ്റെ ഏറ്റവും വിലയുള്ള ചന്ദനത്തിൻ്റെ ഏറ്റവും ഗ്രോത്ത് ഉള്ള പ്ലാന്റേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്ലാന്റേഷനിൽ ഏറ്റവും ഗ്രോത്ത് ഉള്ള മരത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾ പറമ്പിക്കുളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കില്ലേ, ഏറ്റവും പഴക്കമുള്ള വലിപ്പമുള്ള തേക്ക് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ IWST സർട്ടിഫൈ ചെയ്തുകൊണ്ട് ഇതിൻ്റെ റിപ്പോർട്ടുകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം 10 അടിയോളം ഉയരവും 20 സെൻറ്റിമീറ്റർ വണ്ണവും, ഫോട്ടോ എടുക്കുന്നവർക്ക് വേണമെങ്കിൽ പിന്നീട് വന്ന് എടുക്കാം, 20 സെൻറ്റിമീറ്റർ വണ്ണവും ഒരു വർഷം കൊണ്ട് അത്രയും വണ്ണം ആക്കാൻ സാധിച്ചു. അപ്പം നമ്മുടെ ഒരു ധാരണ ചന്ദനം കുറേ വർഷമെടുക്കും വളർന്ന് വലുതാകാൻ. ആ ധാരണയെ തെറ്റിക്കുന്ന ഒരു കൾട്ടിവേഷൻ സിസ്റ്റം. കാരണം സ്വയം വളരുന്ന ഒരു മരമല്ല ചന്ദനം, ഒരു അർദ്ധപരാഗ സസ്യമാണ്. സ്വയം മണ്ണിൽ നിന്ന് വെള്ളവും ലവണവും വലിച്ചെടുക്കാനുള്ള കഴിവ് പകുതിയിൽ താഴെയേ ഉള്ളൂ. പിന്നെ ആളുടെ കഴിവ് എന്താണെന്ന് അറിയാമോ? ആൾക്ക് മറ്റൊരു ചെടിയുടെ വേരിൽ നിന്ന് വലിച്ചെടുത്ത് ജീവിക്കുക. ഇപ്പം ചില വീട്ടിൽ നമ്മൾ കാണാറില്ലേ, അപ്പൻ പഠിക്കവും പിള്ളേർ വീട്ടിലിരുന്ന് തോണ്ടും, അപ്പം പണി ചെയ്യുന്നതുകൊണ്ട് ജീവിക്കണ മക്കൾ ഇല്ലേ, കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ അതിൻ്റെ ഈ തുവരപ്പയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റും, തുവരപ്പയർ എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റും, പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞാൽ ടെമ്പററി ഹോസ്റ്റും, ഇനി ഇവിടെ ഞങ്ങൾ നടാൻ പോകുന്ന
പോംഗ്രാനൈറ്റ് പെർമനന്റ് ഹോസ്റ്റിൽ നിന്നും വെള്ളവും ലവണങ്ങളും മൈക്രോ ന്യൂട്രിയൻസും വലിച്ചെടുത്തിട്ടാണ് ചന്ദനം വളരുന്നത്. സാധാ തൂരപ്പയർ. അപ്പോൾ ഇതിനകത്ത് ഓക്കെ, ഇപ്പൊ നമ്മളത് വെട്ടി കളയുന്നതാണ്. ഇതിന്റെ ആവശ്യം കഴിഞ്ഞു. ഓരോ കാലഘട്ടത്തിൽ ഓരോ സമയം വെച്ച് നമ്മൾ പ്ലാന്റുകൾ നട്ടു കൊടുത്തിട്ടാണ് ചന്ദനം വളർത്തുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടാണ് ചന്ദനം വളർത്തുന്നത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും ജനിതക മാറ്റം വരുത്തിയ വിത്തുകളോ ഇല്ല എങ്കിൽ ഒരു ടിഷ്യൂ കൾച്ചറിങ് സംവിധാനമോ ഒന്നും ഉപയോഗിച്ചിട്ടല്ല. എന്തുകൊണ്ടാണ് സ്വാഭാവികമായിട്ട്? എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. സ്വാഭാവികമായിട്ട് ചന്ദനം വളർന്നാൽ മാത്രമാണ് ആ ചന്ദനത്തിൻ്റെ ഓയിലിന് വിലയുള്ളൂ. കാരണം അത് മെഡിസിനൽ വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ മെഡിസിനൽ വാല്യൂവിൽ ആൽഫ ബീറ്റ കണ്ടൻറ്റ് 50% ആൻഡ് എബവ് ഉള്ളതിനെ വിലയുള്ളൂ. അപ്പം നമ്മൾ പലരും പലയിടത്തും ചന്ദനം നടുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും വില കിട്ടാത്തതിൻ്റെ കാരണം അതിന് എടുക്കാൻ ആളില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ടാവുന്നിടത്ത് ഏറ്റവും കൂടുതൽ ഏകദേശം 1001 തൈകൾ വെച്ച് തുടങ്ങിയെടുത്ത് ഏകദേശം ഈ വലുപ്പമുള്ള 800-ലധികം മരങ്ങൾ നിങ്ങൾക്ക് ഇന്നിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ സർവൈവൽ റേഷ്യോ കൂടെ നമുക്കിവിടെ ഉണ്ട്. ഒരു ചന്ദനത്തിൻ്റെ സീഡ് എടുത്ത് മരമായി വരുന്നത് വരെ ഒരു 1000 എണ്ണം നട്ടാൽ 500 തൊട്ട് 600 എണ്ണേ സർവൈവ് ചെയ്യാറുള്ളൂ. റിസൾട്ട് അതാണ്. പക്ഷേ ഇവിടെ നമുക്ക് വെറും 10 തൈ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഈ ഒരു ഗ്രോത്തിലേക്ക് 850ഓളം തൈകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ നിൽക്കുന്ന ഭൂമി ഇത് കമ്പനിയുടെ അല്ല, ഞങ്ങളുടെ ആരുടെയുമല്ല. രാധാകൃഷ്ണൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരിലേക്ക് റിട്ടയർമെൻറ്റ് ലൈഫിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റി. കാരണം 10 അതെ രാധാകൃഷ്ണൻ സാർ രാധാകൃഷ്ണൻ സാറാണ് ഞങ്ങളുടെ ടോപ്പ് ഇൻവെസ്റ്റർ. ഓക്കെ, മാഷ് രണ്ടു വാക്ക് പറ. ഓക്കെ, സാറ് പറഞ്ഞു കഴിഞ്ഞു. ഇത് പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സാധ്യത എന്ന് പറഞ്ഞാൽ മാഷ് ഇത് മേടിക്കാനുള്ള ഒരു കാരണം എന്താണ്? റിട്ടയർമെന്റ് ഒക്കെ കിട്ടി ഇഷ്ടം പോലെ കാശൊക്കെ റിട്ടയർമെന്റ് ലൈഫ് സുഖമായിട്ട് ജീവിക്കണം എന്നുള്ള രൂപത്തിൽ മക്കളുടെ വിദ്യാഭ്യാസം വിവാഹമൊക്കെ മക്കളുടെ അല്ല മക്കളുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ഒരാൾ അബുദാബിയിലുണ്ട്, ഒരാൾ തിരുവനന്തപുരത്തുണ്ട്. നമുക്ക് ഇതുകൊണ്ട് തന്നെ അവരുടെ പേരമക്കളുടെ വിവാഹവും വിദ്യാഭ്യാസം ഒക്കെ കഴിക്കാൻ പറ്റുമെന്നും അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ജീവിതം സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ധരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞപ്പോൾ നമ്മൾ എക്സ്പോർട്ട് കൂടുതൽ ഇമ്പോർട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷൻ ബെറ്റർ ആവുകയും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിക്കുകയും ചെയ്യും. അതുവഴി ഇന്ത്യയുടെ സമ്പത്ത് ഉയർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട്. 4 സ്റ്റേറ്റോട് അഭ്യർത്ഥിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിക്കുകയും അവർ ഇത് ചെയ്യുകയും ചെയ്യും. അതിനനുസരിച്ചാണ് കേരള ഗവൺമെൻറ് 420 എൻ്റർപ്രൈസർമാരെ വിളിക്കുകയും അതിൽ 419 പേരും ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ ജസ്പേഡ് എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് അത് ഏറ്റെടുത്ത് നടത്തിയത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏറ്റെടുത്ത് നടത്തിയത്. അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് ഇത്രയും മുതൽ മുടക്ക് ചെയ്തത്. ഞാൻ മേടിച്ചു. സാറ് 10 വർഷം കഴിഞ്ഞിട്ട് ഇതിൻ്റെ വരുമാനം കിട്ടും. 1 വർഷം കഴിഞ്ഞ് കോട്ടേജിൻ്റെ വരുമാനം കിട്ടും. പിന്നെ എന്തിനാ ഇപ്പോൾ വന്ന് അത് അന്നേരം മേടിക്കാൻ വന്നാൽ മതിയില്ലേ? ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് പരമാവധി ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ ബെഡ് റിട്ടൺ ആവുന്ന സമയത്ത് നമുക്ക് പൈസ വന്നുകൊണ്ടിരിക്കണം. അതാണ് നമുക്ക് ഉദ്ദേശം. മരത്തിന്റെ ഇലയിലൊക്കെ തൊട്ടു അതിന്റെ കാറ്റേക്കുക എന്ന് പറഞ്ഞ ആരോഗ്യം. അപ്പൊ ഇതൊരു നല്ല പദ്ധതിയാണെന്ന് മനസ്സിലാക്കി രാധാകൃഷ്ണൻ സാറ് വാർദ്ധക്യവും ഏജ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഓക്സിജന്റെ ഗുണം എന്ന് വെച്ചാൽ ഓക്സിഡേഷനാണ് നമ്മുടെ ശരീരത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഹൃദയത്തിന് തന്നെ 13 തരത്തിലുള്ള അസുഖം ഉണ്ടാകുന്നുണ്ട് ഈ ഓക്സിഡേഷൻ മൂലം. അതുപോലെ തന്നെ ക്യാൻസറിന് 8 തരത്തിലും, കിഡ്നിക്ക് 9 തരത്തിലും, കണ്ണിന് 6 തരത്തിലൊക്കെ അസുഖം ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഒറ്റ കാരണം ഓക്സിഡേഷനാണ്. ആ ഓക്സിഡേഷൻ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ചന്ദനമരം നടുന്നത്. അപ്പോൾ ആ ചന്ദനമരത്തിൽ നിന്ന് നമുക്ക് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫോറിനേഴ്സ് വന്നിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എന്തായാലും